ദൈവമല്ല അവനെ ശിക്ഷിച്ചത്, പിശാചുമല്ല ശിക്ഷിച്ചത്, മനുഷ്യരുമല്ല. പിന്നെ എന്താണ്? ദൈവത്തിന്റെ നിയമം അത്രേ അവനെ ശിക്ഷിച്ചത്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നമ്മുടെ ഓരോരുത്തരെയും പാപഭാരം ചുമന്ന് അവൻ കാൽവറി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിട്ടും അവൻ അടക്കപ്പെട്ടിട്ടും നമ്മളെ നീതിയിലേക്ക് നടത്താൻ കഴിയുന്നുള്ള ഉറപ്പെന്താണ്? അവൻ ഉയർത്തെഴുന്നേറ്റത് വഴി അവനിൽ വിശ്വസിക്കുന്നവർക്ക് നീതീകരണമുണ്ടെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദുഃഖ വെള്ളിയാഴ്ച നിങ്ങൾ എന്താണ് കരയുന്നു? നിങ്ങൾ ഈസ്റ്ററിന്റെ ദിവസം കള്ളു കുടിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട, ഇതെല്ലാം വ്യർത്ഥമല്ലയോ പ്രിയപ്പെട്ടവരെ? എല്ലാ വർഷവും ഇതൊക്കെ ചെയ്യുന്നതല്ലയോ പ്രിയപ്പെട്ടവരെ? എല്ലാ വർഷവും നിങ്ങൾ നൊയമ്പ് നോക്കുന്നതല്ലയോ? എല്ലാ വർഷവും ഓരോ മതക്കാരും അവരുടേതായിരിക്കുന്ന മതഭക്തി ചെല്ലുന്നല്ലയോ? എല്ലാ വർഷവും നമ്മൾ വിഷു ആചരിച്ചു, എല്ലാ വർഷവും നമ്മൾ ഓണം കൊണ്ടാടി, എല്ലാ വർഷവും ക്രിസ്തുമസ് ആചരിച്ചു, ദുഃഖവെള്ളിയും ഈസ്റ്ററും മറ്റെന്താണ് നബിദിനവും അതായത് ദിനങ്ങളെല്ലാ ദിവസവും കൃത്യമായിട്ട് നമ്മൾ ആചരിച്ചിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ മായ്പാന് ഈ ആരാധനയ്ക്ക് കഴിഞ്ഞു പോവും, ഈ ആചാരങ്ങൾക്ക് കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയാണ്. ഇതാ ലോകത്തിലേക്ക് നോക്കുവിന്, ഓരോ ദിവസം കഴിയുന്തോറും ലോകത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്നതിന്റെ കാര്യം എന്താണ്? നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അവിടെ എന്താണ്? ഭൂകമ്പങ്ങള്, ഇതാ യുദ്ധശ്രുതികള്, ജാതിയോട് എതിർക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ജാതികൾ ഉപജാതികൾ തമ്മിൽ എന്താണ്? പരസ്പരം വെട്ടുന്നു. പ്രിയപ്പെട്ട, ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ വരവിനുള്ള മുന്നോടി മാത്രമാണ്.